നമസ്തേ. 4/6/2025 ബുധനാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. തുലാം ധനു രാശിക്കാർക്ക് ശുഭവും, മേടം ഇടവം ചിങ്ങം കന്നി കുംഭം രാശിക്കാർക്ക് മധ്യമവും, കർക്കിടകം മീനം രാശിക്കാർക്ക് ദോഷവും, മിഥുനം വൃശ്ചികം മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ തന്നെ ഈ നക്ഷത്രഫലങ്ങൾ നിങ്ങൾക്ക് ഞാനിടുമ്പോൾ തന്നെ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റോ ലൈക്കോ ചെയ്യും. അത് അതേപോലെ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യും. പ്രത്യേകിച്ച് ഉത്തരം പറയേണ്ടതായ കമൻറ്റുകളൊന്നും തന്നെ കാണാത്തത് കൊണ്ട് അതിനുവേണ്ടി സമയം മാറ്റിവെക്കേണ്ടതില്ല. എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ആരുടെയും ജാതക ഫലമല്ല, ചന്ദ്രാധിഷ്ഠിത രാശിയെ ആശ്രയിച്ചുള്ള ഫലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കൂറുകളെ ആശ്രയിച്ചുള്ള ഫലങ്ങളാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ദോഷങ്ങളൊക്കെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഈ ഗ്രഹചാരഫലം നിർദ്ദേശിക്കുക. ഈശ്വരാരാധന, സത്കർമ്മങ്ങൾ മുതലായവയൊക്കെ ചെയ്താൽ ഈ ചാരവശാലുള്ള ദോഷങ്ങൾ മാറുമെന്നും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കഠിന ദോഷമൊക്കെ പറയുന്നവർ ദേവാരാധനയൊക്കെ നടത്തുക, ഈശ്വരാരാധനയൊക്കെ നടത്തുക. അതേപോലെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ദുശീലങ്ങൾ, മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കഠിന ദോഷം പറയുന്നവരൊക്കെ ഒഴിവാക്കുക. ദോഷങ്ങൾ ആകുന്നവർ വീണ്ടും ദോഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ലോട്ടറി എടുത്താൽ അടിക്കുന്ന നമ്പറുകൾ പറയാനോ ലോട്ടറി എടുത്താൽ അടിക്കുന്ന നക്ഷത്രങ്ങൾ പറയുവാനൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലൂടെ പറയുക പ്രായോഗികമല്ല. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, പെട്ടെന്ന് ലോട്ടറിയൊക്കെ എടുത്ത് ധനികനായിട്ട് അതിലൂടെ ധനം നിലനിർത്തുന്ന സമൂഹം ആരാ ഉള്ളത്? അങ്ങനെയില്ല. നമുക്കുണ്ടാകുന്ന ധനം സ്ഥിരമാകണമെങ്കിൽ അധ്വാനത്തിൻ്റെ ഫലമായി, നമ്മുടെ കർമ്മമണ്ഡലത്തിൻ്റെ ഫലമായി സ്വീകരിക്കുന്നതായിരിക്കണം. ഒരുപക്ഷെ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് ലോട്ടറി എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഈ ലഹരി പോലെ ഉള്ള ഒരു അനാവശ്യമായ പ്രവൃത്തികളാണ്. പക്ഷെ പലരും അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അത് നല്ലതാണെങ്കിലും എനിക്ക് വ്യക്തിപരമായി അതിനോടൊന്നും യോജിപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇതൊട്ട് എടുക്കാറുമില്ല. പിന്നെ ഞാൻ വല്ലപ്പോഴും ലോട്ടറി എടുക്കുന്നു എങ്കിൽ അത് കൈയില്ലാതെ കാലില്ലാതെ അല്ലെങ്കിൽ വളരെ അവശതയായി നിൽക്കുന്ന ആരെങ്കിലും മുമ്പിൽ വന്നിട്ട് തുറന്നെടുക്കുമോ എന്ന് ചോദിച്ചാൽ എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് ലോട്ടറി അടിക്കാനുള്ള എനിക്ക് ടിക്കറ്റ് നോക്കാറുമില്ല. കാരണം അത് ലോട്ടറി അടിക്കാൻ വേണ്ടി എടുക്കുന്നതല്ല. ഒരാൾ കൈ നീട്ടാതെ അവൻ ഒരു തൊഴിലായിട്ട് അത് സ്വീകരിക്കുന്നത് കൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവനൊരു തൊഴിലാണല്ലോ ചെയ്യുന്നത്. കൈ നീട്ടുന്നതിനേക്കാൾ എത്രയോ മേന്മയുള്ളതാണ് അദ്ദേഹം ആ വ്യക്തി ചെയ്യുന്നത് എന്ന ഒരു സങ്കല്പത്തോടെയാണ് ഞാനത് വാങ്ങുന്നത്. പലപ്പോഴും അത് നോക്കാറുമില്ല. അതുകൊണ്ട് ആ ലോട്ടറി അടിക്കുമോ എന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഉത്തരം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് പറയും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം.
അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്ക് അഥവാ മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലൊക്കെ കാണിക്കും. അതേപോലെ തന്നെ അലസത ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവവും മേടരാശിക്കാർക്ക് ഈ ദിവസം ഉണ്ടാവും. ഉഷ്ണരോഗങ്ങളുള്ളവർ, അതേപോലെ ദഹനക്കുറവ്, വിളർച്ച ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും ഇവർക്ക് അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. മിത്രങ്ങൾ തന്നെ ശത്രുക്കളായിത്തീരുന്ന ഒരനുഭവവും ഈ ദിവസം ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. മുൻകോപം ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ ഇവർക്ക് അനുകൂലമായിരിക്കും. മക്കൾ ഒക്കെ ആയിട്ട് ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. കുടുംബ സ്വസ്ഥത പൊതുവേ ഒന്ന് കുറയുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം, മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമായ സമയമല്ല. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തൊഴിലാളികളുമായിട്ടൊക്കെയുള്ള ചില കലഹങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് ശ്രദ്ധിച്ച് ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമല്ല, മനസ്സ് അനുകൂലമല്ല, ബുദ്ധിയും അത്ര അനുകൂലമായിരിക്കില്ല. ഒന്നിനും ഒരാത്മവിശ്വാസം ഉണ്ടാകില്ല, അലസതയായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ആസ്മ, മാനസിക അസ്വസ്ഥത, വൃക്കരോഗങ്ങൾ, അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊക്കെ ഇവർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. കടബാധ്യത ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. അവിടെ വാക്കുകൾക്കൊക്കെ കേൾക്കുന്നതിന് കുഴപ്പമില്ല, അത് എത്രത്തോളം സ്വീകരിക്കണം എന്നൊക്കെ സ്വയം തീരുമാനത്തിലൂടെ എടുക്കാനായിട്ട് തയ്യാറാകുക. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ്, നഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അത് പറഞ്ഞല്ലോ അല്ലേ, ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ലെന്ന് പറഞ്ഞു. ധനപരമായി ചില നേട്ടങ്ങളുണ്ടാകാം, നഷ്ടമല്ല, ധനപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും. ജീവിത പങ്കാളി മക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മകയിരം രാശി ഈ മിഥുനം രാശിക്ക് ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമാണ്. മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല. പൊതുവേ ഗ്രഹങ്ങൾ മോശകരമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാക്കിയതിന് ശേഷം തൻ്റെ കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുക. കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം കർമ്മമണ്ഡലങ്ങളിൽ പ്രവേശിച്ചില്ലെങ്കിൽ തൻ്റെ ജീവനോപാധി പോലും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാനെ, ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ കർമ്മമണ്ഡലങ്ങളിലെ വിഘ്നങ്ങളെല്ലാം ഒഴിവാക്കി തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് വേണം ഇറങ്ങാൻ. എല്ലാ കാര്യങ്ങളിലും മിഥുനം രാശിക്കാർക്ക്
ജാതകം അനുകൂലമല്ലെങ്കിൽ വളരെ പ്രയാസം ഉണ്ടാകുന്ന സമയം തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യ അനുകൂലമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ഭൂമി സംബന്ധമായ ചില കലഹങ്ങളൊക്കെ സഹോദരന്മാർ തമ്മിലുണ്ടാവും. കടബാധ്യത വരും. വളരെ ശ്രദ്ധിക്കുക. അശ്രദ്ധമായി വാഹനം ഓടിക്കൊന്നും ചെയ്യാതിരിക്കുക. അതേപോലെ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒരു മുൻകരുതലെടുക്കണം, കാരണം അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എടുത്തുചാട്ടം ഒഴിവാക്കുക, മുൻകോപം ഒഴിവാക്കുക. ഈ മുൻകോപവും എടുത്തുചാട്ടവുമൊക്കെ ചില അപകടങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ട് കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കുറവുള്ള ഒരു ദിവസമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വാക്കുകളൊക്കെ വീട്ടിലാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോടുകൂടി മിഥുനം രാശിക്കാർ ഉപയോഗിക്കുക. വാക്കുകൾ മൂലമാണ് പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. മിണ്ടാതിരിക്കാനായിട്ട് കഴിയുമെങ്കിൽ പല പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് തലയിടുന്ന ഒരു സ്വഭാവം ഒഴിവാക്കുക. അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അത് കൂടുതൽ നിങ്ങൾക്കൊണ്ട് സമയം അനുകൂലമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കും ദോഷകരമായി വരുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മിഥുനം രാശിക്കാർ ശ്രദ്ധ കുറയ്ക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കുക. തൊഴിൽ രംഗവും അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥർ, തൊഴിലാളികളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ പുതിയ തൊഴിൽ മേഖലകൾക്കൊന്നും അത്ര മേന്മയുള്ള സമയമല്ല മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തൊഴിൽ മേഖലയെ കൈകാര്യം ചെയ്യും. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകം രാശി. ഈ കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമായ ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ശരീരത്തിനൊക്കെ ഒരു ഉണർവുണ്ടാവും. അതുപോലെ മനസ്സും അനുകൂലമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ കഴിയും. എന്നാൽ അവർക്ക് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുള്ള ദിവസമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ധനപരമായ കാര്യങ്ങൾ കർക്കിടക രാശിക്കാർ കൈകാര്യം ചെയ്യാൻ. അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ ക്രമാതീതമായ സ്പീഡിലൊക്കെ ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ അപകടകരമായ തൊഴിലാണെങ്കിലും മുൻകരുതൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ട സുരക്ഷ എടുക്കുകയൊക്കെ ചെയ്യുക. മറ്റുള്ളവരുമായി എടുത്തുചാട്ടം മൂലമുള്ള കലഹങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ഉണ്ടാകാതിരിക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക. ആ മുൻകോപം ഒന്ന് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. കുടുംബത്തിലെ ഒരു സമാധാനക്കുറവ്, സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകും. കാര്യം സുഹൃത്തുക്കൾ അനുകൂലവും. പുതിയ സുഹൃത്തുക്കളൊക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ലഹരി മേടിച്ച് തരുന്ന സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. അതൊക്കെ കുടുംബം നന്നാവണമെന്ന് വിചാരിക്കുന്നവരാരും ഒരാൾക്ക് ലഹരി വാങ്ങിച്ചു കൊടുക്കില്ലല്ലോ. കാരണം ലഹരി കഴിക്കുന്നവന് മാത്രമല്ല അവൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും പ്രയാസമാവും. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ പരമാവധി ഈ കർക്കിടകം രാശിക്കാർ ഒഴിവാക്കുക കുറച്ച് നാളത്തേക്ക്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. എന്നാൽ മനസ്സും ബുദ്ധിയും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം അപകടം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല.
അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും, എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ജലദോഷം, ആസ്മ, മാനസിക അസ്വസ്ഥത, വൃക്കരോഗങ്ങൾ ഒക്കെ ഉള്ളവർ ചിങ്ങൻ രാശിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാം, അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. മക്കൾ അതുപോലെ ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും. എന്നാൽ തൊഴിൽ രംഗത്ത് ചിങ്ങൻ രാശിക്കാർക്ക് അത്ര മേന്മയുള്ളതല്ല. സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല. എങ്കിലും മേലുദ്യോഗസ്ഥരൊരു പരിധിവരെയുള്ള സഹകരണമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല, അത് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഒരു പരിധിവരെ ചിങ്ങൻ രാശിക്കാർ കുറച്ച് കാലത്തേക്കൊന്ന് അകറ്റി നിർത്താനും ശ്രദ്ധിക്കുക. കാരണം ആ കൂട്ട് അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കൂട്ട് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കാലത്തേക്ക് ചിങ്ങൻ രാശിക്കാർക്കും അനുകൂലമല്ല. എന്നാൽ നല്ല സുഹൃത്തുക്കൾ കൊണ്ടുള്ള മേന്മ ഉണ്ടാകുകയും ചെയ്യും. കാരണം സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമാണ്. എങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്, അത് ശ്രദ്ധിക്കാം. ഈ രാഹുകേതുക്കളുടെ മാറ്റമാണ് ചിങ്ങൻ രാശിക്കാർക്ക് അങ്ങനെ ഒരു മാറ്റം വരുന്നത്. മറ്റൊരു ഗ്രഹം കൊണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് സുഹൃത്ത് ബന്ധം കൊണ്ട് മേന്മ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഒരു ദോഷം കൂടെ വരുന്നതുകൊണ്ട് ആ ദോഷത്തെ ഒഴിവാക്കുക. ഏത് രാശിക്കാരാണെങ്കിലും ദോഷം പറയുമ്പോൾ ആ ദോഷത്തെ ഒഴിവാക്കുക. ഇനി കന്നി രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ഉഷ്ണരോഗങ്ങൾ, ദഹനക്കുറവ് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. മറ്റുള്ളവരുമായി ഉള്ള കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് കഴിയും. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും ധനപരമായ കാര്യങ്ങൾ കയ്യിൽ വന്നാൽ അത് കടം തീർക്കാനായിട്ട് കന്നി രാശിക്കാർ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരു നാളെ എടുക്കാം എന്നൊക്കെ പറഞ്ഞത് മാറ്റിവെച്ചാൽ ഒന്നിനും ഉപയോഗപ്പെടാതെ അത് നമുക്ക് പ്രയോജനപ്പെടാത്ത രീതിയിൽ അത് മാറിപ്പോകുന്നുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് കടം തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിലും അത്ര മേന്മയൊന്നുമില്ല. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. തുലാം രാശിക്കാർക്ക് ശുഭകരമായൊരു ദിവസമാണ്. എങ്കിലും മനസ്സിനൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. അതുപോലെ മാതൃസ്ഥാനീയരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ സ്ഥിരതയ്ക്കും ഒരു കുറവുണ്ടാവാം. ആസ്മ, ജലദോഷം തുടങ്ങിയ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊന്നും തുലാം രാശിക്കാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. വാഹനമൊക്കെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയൊക്കെ ഓടിക്കുക. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അതുണ്ടാകാതിരിക്കാനുള്ള സുരക്ഷ കണ്ടെത്തുക. കർമ്മമേഖലയിൽ പ്രവർത്തിക്കേണ്ട എന്നല്ല, സുരക്ഷിതമായ രീതിയിൽ പരമാവധി ദോഷങ്ങൾ വരാത്ത ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക എന്നർത്ഥം. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കിയെടുക്കാം, നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം.
സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ സഹായങ്ങൾ പല കാര്യങ്ങളിലും കിട്ടും. എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ടം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമാണ്. തൻ്റെ കർമ്മ മേഖലയിലൊക്കെ പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ഈശ്വരാധീനം വരുത്തേണ്ടതാണ്. കാരണം ദോഷകരമാണെന്ന് അറിഞ്ഞാൽ അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യുക. എല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ല. ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെ ദോഷമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചികം രാശിക്കാർക്ക്. അതുകൊണ്ട് നല്ല രീതിയിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് പോവുക. യഥാശക്തി വഴിപാട് ചെയ്യുക. വഴിപാട് എന്നല്ല, യഥാശക്തി ചെയ്യുക. നാമജപം വളരെ പ്രധാനമായിട്ട് ചെയ്യുക. കലിയുഗത്തിൽ നാമജപത്തോളം പ്രസക്തിയുള്ള, നാമജപത്തോളം പ്രാധാന്യമുള്ള മറ്റൊരു വഴിപാടും ഇല്ല. അതുകൊണ്ട് അത് ഭംഗിയായി ചെയ്യുക. ആരോഗ്യ അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, സംശയം, അലസത ഒക്കെ ഉണ്ടാവും. അതേപോലെ എന്നാൽ ബുദ്ധി വേണ്ട രീതിയിൽ വൃശ്ചിക രാശിക്കാർക്ക് പ്രവർത്തിക്കും. മനസ്സ് അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ആരോഗ്യ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകും. അപകടങ്ങളുണ്ടായിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടകരമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ അലസമായി ഓടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കലഹം ഉണ്ടാകാതിരിക്കാൻ എടുത്തുചാട്ടമൊക്കെ കുറയ്ക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല. മക്കൾ അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമല്ല. അതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയുന്ന ഒരു സമയമാണ്. തൊഴിൽരംഗത്തും ഒട്ടും അനുകൂലമല്ല. ഇതൊക്കെ അനുകൂലമല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊതുവെ ഒന്നും അനുകൂലമല്ല. അതേപോലെ രാഹുകേതു കള്ളമാറ്റം, പുതിയ സുഹൃബന്ധങ്ങൾക്ക് അത്ര മേന്മയുള്ളതല്ല. ഇത്രയൊക്കെ ഇന്നും അനുകൂലമല്ലാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ഒരു കാരണവശാലും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ലഹരിയും കൂടെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രമാദി ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ഈ ദിവസത്തെ സമീപിക്കാനായിട്ട് വൃശ്ചികം രാശിക്കാർ ശ്രമിക്കണം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ലെങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പിതൃസ്ഥാനീയരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ. മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല. കടബാധ്യത ഉണ്ടാകും. എന്ന കടബാധ്യത വരാൻ ഒരു സാധ്യത ഉണ്ടെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളും അതോടൊപ്പം ഉണ്ടാകാൻ കഴിയും. അതുപോലെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായിരിക്കും. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു പരിധിവരെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് ധനുരാശിക്കാർ കഴിയും. പൊതുവെ ശുഭകരമായ ഒരു ദിവസമായിരിക്കും. കൂടുതലും ശുഭകരമായ ദിവസമായിരിക്കും. ഇപ്പം ദൈവാധീനം കൂടെ ഉണ്ടാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ്. മനസ്സും ആരോഗ്യമൊന്നും അനുകൂലമല്ല. പൊതുവെ ഒരു അലസത, ആത്മവിശ്വാസക്കുറവ്, അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട്, ഉദര സംബന്ധമായും ഒക്കെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആരോഗ്യം, മനസ്സൊന്നും അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, ധനപരമായ നഷ്ടം, മുൻകോപം മൂലമുള്ള പ്രശ്നങ്ങൾ, എടുത്തുചാട്ടം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കഴിയുമെങ്കിൽ പരമാവധി ആരോടും കൂടുതൽ സംസാരിക്കാതിരിക്കാനായിട്ട് മകരം രാശിക്കാർ ശ്രദ്ധിക്കുക. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. പലരുടെയും ഉപദേശങ്ങൾ കേൾക്കുന്നതിന് കുഴപ്പമില്ല, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തൊഴിൽ രംഗത്ത് അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, മേന്മയുണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മകരം രാശിക്കാർ ശ്രദ്ധിക്കുക. കാരണം പൊതുവെ അനുകൂലമല്ല. അനുകൂലമല്ലാതെ വരുന്നവർ ലഹരിയും കൂടെ ഉപയോഗിച്ചാൽ അത് ദോഷകരമാകും എന്നുള്ളത് കൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. കുംഭം.
കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അതാണ് കുംഭം രാശി. കുംഭം രാശിക്ക് സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു അലസത ഉണ്ടാവും, സംശയം ഉണ്ടാവും, ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാവും. അതേപോലെ ഈ അലർജി സംബന്ധമായ അസുഖമൊക്കെ ഉള്ള, ആസ്മ പോലുള്ള അസുഖമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമാണ്. കടങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനൊക്കെ കഴിയും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാകാം. എന്നാൽ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും പൊതുവെ അനുകൂലമായിരിക്കും. മീനം രാശി പൊതുവെ അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തൊഴിലംഗം ശ്രദ്ധിച്ചാൽ പൊതുവെ അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞത് ഈ ഒരു ദിവസം. മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി. മീനം രാശി. മീനരാശിയെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ആരോഗ്യവും അനുകൂലമായിരിക്കും. ഒരാത്മവിശ്വാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയില്ലാതെ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും. അതിൻ്റെയൊക്കെ ചില നേട്ടങ്ങളുണ്ടാവും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ അതുപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ ദോഷം കുറയുന്ന സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ ഉപദേശങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് വേണ്ടത് മാത്രം സ്വീകരിക്കാൻ, ഇല്ലാത്ത കാട്ടിക്കളയാം. അതേപോലെ ദൈവാധീനം അല്പം കുറയും. സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാവും. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. കഴിയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒട്ടും ഉപയോഗിക്കാതിരിക്കാനായിട്ട് മീനരാശിക്കാർ ശ്രദ്ധിക്കണം. ഈ കഠിന ദോഷം എന്ന് പറഞ്ഞിട്ടുള്ള രാശിക്കാർ ഒരു കാരണവശാലും ആ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ദോഷമാണ്. കൂടുതൽ ദോഷം സ്വയംകൃതമായിട്ട് ഉണ്ടാക്കാതിരിക്കുക എന്നാണ്. അത് കൂടാണ്ട് തന്നെ ശുഭകരമായിട്ടുള്ളവരോടും രാശിക്കാരോടും ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നുണ്ടാവും. അത് ആ ദിവസം അവർക്കത്ര അനുകൂലമല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ പരമാവധി ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഈ സാധനമൊക്കെ കഴിക്കുന്നത്? അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്ക് ചുറ്റുപാടുമുള്ളവർക്കും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കുക? പിന്നെ സർക്കാരിന് നേട്ടം ഉണ്ടാകും, ഇഷ്ടം പോലെ നേട്ടം ഉണ്ടാകും. അതൊഴികെ മറ്റ് നേട്ടങ്ങളൊന്നും ഇതുകൊണ്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ആരോഗ്യം നശിക്കും, കുടുംബത്തിൻ്റെ മനസ്വസ്ഥത നഷ്ടപ്പെടും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ജീവിക്കാനായിട്ടും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഭഗവാനെ.